ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിംല ആൻസസ് വ്ലോഗ്. എന്തെല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. എന്നെ കണ്ടാൽ ഒരു പ്രേത ലുക്കൊക്കെ നിങ്ങൾക്ക് തോന്നും. കാരണം ഒരു ചെറിയ വെട്ടത്തിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇപ്പോൾ വീട്ടിനകത്താണ് കേട്ടോ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, വീടിൻ്റെ പണിയൊക്കെ ഏതാണ്ടൊക്കെ കഴിയാറായി മാഷാ അല്ലാഹ്. അപ്പോൾ പുട്ടിയിടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാത്രി മാത്രമാണ് എനിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റാം. ജോലിക്കാരൊക്കെ ഉള്ളപ്പോൾ ഞാനങ്ങനെ അധികം വരാറില്ല കേട്ടോ. ചായയും വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വരലേ ഉള്ളൂ. പിന്നെ റൈഹും ഉണ്ടെങ്കിൽ അവൻ്റെ കൊടുത്തു വിടലാണ് കൂടുതൽ. അപ്പോൾ രാത്രിയാണ് എൻ്റെ അകത്ത് കയറിയിട്ട് എവിടം വരെയായി എന്തായി എന്നൊക്കെയുള്ള എൻ്റെ വീക്ഷണം നടക്കുന്നത്. അതായത് എന്തായാലും പറയുക, കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും കേട്ടോ. രാവിലെ തൊട്ടിട്ട് വൈകിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. വന്നിട്ട് എന്തായി എന്നൊക്കെ നോക്കും. അപ്പോൾ ഓൾമോസ്റ്റ് വീടിനകത്ത് ഇനി സ്റ്റെയർ റൂമില്ലേ, മുകളിലെ ടവർ റൂമും കാര്യങ്ങളൊക്കെയാണ് കുത്തിയിടാനായിട്ടുള്ളത്. മൊത്തത്തിലുള്ള വീഡിയോ ഒക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഹോം ടൂറായിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ വീടിൻ്റെ ഫോട്ടോയോ വീഡിയോയോ ഒന്നും ചെയ്യാത്തത്. നമുക്ക് ഹോം ടൂർ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണാം, അതല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും മഴ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയാണ്, അടിപൊളിയായിട്ടുള്ള മഴയാണ്. ഇതിന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നല്ല ചൂടാണെന്ന്. അപ്പോൾ പടച്ചവൻ്റെ ഓരോരോ കാര്യമല്ലേ. റബ്ബ് പടച്ചവൻ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത് എനിക്ക്. ഭയങ്കര ചൂടാണ്, സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ ഭയങ്കര മഴയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം രാവിലെ തൊട്ടിട്ട് മഴയാണ് കേട്ടോ. രാവിലെ അല്ല, ഇന്നത് രാത്രി മുതലേ മഴയാണ്. ഇപ്പോൾ ഒന്ന് തോന്നിക്കുന്നുണ്ട്. രാവിലെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിൽ ഇക്കാടോടെ ചെറുതായിട്ടൊന്ന് തോന്നപ്പോൾ പറഞ്ഞു വിട്ടു. അന്നമ്മേനെ പള്ളിയിൽ കൊണ്ടാക്കിയപ്പോഴും ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു ആരുമില്ല, നേരത്തെ വിടുവാണെങ്കിൽ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വന്നു. പക്ഷെ 10 മണിക്ക് തന്നെയാണ് വിട്ടത്. നല്ല മഴയായിരുന്നു. ഞാൻ പഠിപ്പിക്കാൻ പോയപ്പോഴും ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് തിരിച്ചു വന്ന സമയത്ത് മഴയില്ലായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ നനഞ്ഞെൻ്റെ അടപ്പളവിയനെ. നനയുന്ന മാത്രമല്ല, സ്കൂട്ടിയിൽ എനിക്ക് മഴയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അവിടെ ഈ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് അറിയത്തില്ല കുഴിയാണോ അല്ലയോ ഒന്നും അറിയത്തില്ല. അപ്പോൾ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാമൊക്കെ കഴിഞ്ഞ് വന്ന് 7 മണിയൊക്കെ ആവും കേട്ടോ അവിടെ നിന്ന് ജോലിക്കാർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തോട്ട് വന്നത്. ഇപ്പോൾ ഇതിനകത്തോട്ട് വന്ന അന്നമ്മ കണ്ണാടി ഇവിടെ വെച്ചിട്ട് മറന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് കുഞ്ഞു ഷോർട്ട് വീഡിയോസ് 1-2 നമ്മുടെ ഹന്നത്തിലോട്ട് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ആണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക. വീട്ടിൽ നിന്നിട്ട് പറ്റത്തില്ല, ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ അതിന് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കുട്ടി വീഡിയോ കൂടി എടുത്തിട്ട് പോവാമെന്ന്. ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങോട്ട് മാറിയിട്ട് ഇൻഷാ അല്ലാഹ് എനിക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഇവിടുത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ കുറേ പ്ലാനുകളാണ് കേട്ടോ. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറേ പ്ലാൻ ചെയ്ത് വയ്ക്കും. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയല്ല നടക്കുന്നത്. വേറെ എന്തൊക്കെയോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇങ്ങോട്ട് മാറിയിട്ട് എനിക്ക് കുറേ സംഭവങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. ബുദ്ധിമുട്ടൊന്നും അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ വീഴും കേട്ടോ. അകത്ത് ആണെങ്കിലും ഒക്കെ കുറേ വെള്ളം കാര്യങ്ങളൊക്കെ വീഴാറുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, എല്ലാം മാറും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞിന് സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ഹെയർ ആക്സസറീസോ മേക്കിങ്ങോ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഹന്നത് ഫാഷൻ ടേക്ക് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചാനലിൽ പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്, ഓൺലൈൻ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസിൻ്റെ മേക്കിങ്ങും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, നെയ്മു. ഇവിടെ ബഹളമാണ്, പൂച്ചയാണ് കേട്ടോ. അപ്പോൾ ആൾ പായലൊക്കെ കയറി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കാം. കുഞ്ഞു വാവയായിരുന്നപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. കുഞ്ഞു വാവ, എനിക്ക് പൂച്ച പട്ടി അങ്ങനെയുള്ളതൊക്കെ ദൂരം, അതായത് മൃഗങ്ങളാണെങ്കിലും പെറ്റ്സ് അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. അതായത് എനിക്ക് പേടിയാണ്. ഇപ്പോൾ പൂച്ചയായാലും പട്ടിയായാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ദൂരെ നിന്ന് കാണാമെന്നല്ലാണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. വല്യമ്മയുടെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു കുഞ്ഞു പൂച്ചയുണ്ട് കേട്ടോ. കുഞ്ഞു പൂച്ചയല്ല, ഒരു അമ്മ പൂച്ചയുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മളെ വന്ന് ഉരുമിയും ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ടൊക്കെ നടന്ന് അതിൻ്റെ കൂടെ ഇറങ്ങിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പൂച്ചകളോടൊരു ഇഷ്ടം വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഒരു ദിവസം വല്യമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ആ അമ്മ പൂച്ചയുടെ 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസവിച്ചേ ഉള്ളായിരുന്നു കേട്ടോ. 2, 3, 4 ദിവസം ഉണ്ടാക്കി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വല്യമ്മ അടുത്ത് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞപ്പോൾ വല്യമ്മ തന്നു വിട്ടതായിട്ട് സെയിം ആ പൂച്ചയെ പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പാവയെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് കൊണ്ടുവന്ന കേട്ടോ. ഞാൻ ഒന്നിനെ റൈഹുവും ഇക്കായും ഒക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പൂച്ചയെ കൊണ്ടുവരട്ടെ എന്നൊക്കെ. ഞാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് പേടിയാണ്, ശരിക്കും പേടിയായിരുന്നു. അപ്പോൾ ഇതിനെന്തോ എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് ഞാൻ അതിനെ എടുത്തിട്ട് വന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്, കോഴിയായാലും പൂച്ചയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. അതിനെയൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര കുഞ്ഞുങ്ങളെ കടി ഇഷ്ടമാണ് അവരെ നോക്കാനും ഒക്കെ. അപ്പോൾ ഞാനത് കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ അന്ന് മുതൽ രസമാണ്, എനിക്കിഷ്ടമാണ്. ഞാനിപ്പോൾ അതിനെ തൊടുകയും എടുക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. പണ്ട് എനിക്ക് എന്തോ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു, ഇപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഒരാളിവിടെ ഭയങ്കര തകൃതിയായിട്ട് കളിക്കാൻ കാണിച്ചത്. നെയ്മോ നെയ്മോ ചാടിപ്പോയി കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ അകത്താണ് ഇപ്പോൾ കൂടുതൽ നേരവും കളിച്ച് ചാടി ഓടി മറിഞ്ഞ് നടക്കും. ഇവിടെ ആകുമ്പോൾ അവന് ആവശ്യത്തിൽ കൂടുതൽ സ്ഥലമുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓടിച്ചാടി നടക്കുന്ന കേട്ടോ. ഇപ്പോഴും പോയി എന്തിൻ്റെയൊക്കെ കുറേ രസമാണല്ലേ. കുറേ നേരം നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കുറേ നേരം ഇതിനേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ അവരെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുന്ന പോലെ തോന്നും. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഒന്ന് രാവിലെ ഇതുവരെ ഞാൻ എടുത്തു വെച്ച ഫുഡല്ല, അതായത് എടുത്തു കൊടുക്കണ ഫുഡല്ലാണ്ട് വേറൊന്നും അങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ എല്ലാം കൂടിയിട്ട് കയറി തട്ടി മറിച്ചിട്ടു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അപ്പം ഞാൻ വൈലൻ്റായി. പിന്നെ കുറേ നേരം മിണ്ടാണ്ട് പോയിട്ട് കിടന്നു. പിന്നെ ഞാൻ പോയിട്ട് വിളിച്ച് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടെ വരും കേട്ടോ, ബിസ്ക്കറ്റ് തിന്നാനും. എന്ന് വെച്ചാൽ ഇങ്ങനെ അവനായിരിക്കും നമ്മളെ വിളിച്ചുണർത്തുന്നത്. കൂടെ നടക്കും പാവം. ഞാൻ എവിടെ നിന്നാലും അവിടെ വന്നിരിക്കും കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ടൊന്നും പോകത്തില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും. അവിടെ ഇവിടെയൊക്കെ കയറി നടക്കും. നമ്മളിങ്ങനെ സ്നേഹിച്ച് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേരൊക്കെ ഇങ്ങനെ ഈ പൂച്ചയും പട്ടിയും ഒക്കെ സ്നേഹിച്ച് വളർത്തിയിട്ട് അതിനൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവരെന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന്. പക്ഷെ ഇപ്പോൾ കുറച്ച് നേരം മിസ്സിങ് ആയിരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ടെൻഷനാണ് കേട്ടോ. അയ്യോ എവിടെ പോയി എന്ന് തോന്നും. അപ്പോൾ നമ്മളെ മക്കളെയൊക്കെ പോലെ രസമാണ് അല്ലേ നെയ്മോ? ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നിറയെ പക്കികൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ പിടിച്ച് തിന്നാം. ഞാൻ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടൊന്നും വെട്ടമില്ല. ഒരു ലൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒരു കണ്ടോ, ഇവിടെ ഒരു ട്യൂബ് മാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാം വെട്ടം. അവിടെ ഒരു ട്യൂബ് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ അവരുടെ ഡ്രസ്സും പെയിൻ്റ് അടിക്കാനുള്ള സംഭവങ്ങളും ഓരോ ഡ്രസ്സും ഒക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിള്ളേഴ്സ് അവിടെ അന്നമ്മേൻ്റെ കണ്ണാടി എടുക്കാൻ വന്നതാണ്. എന്നിട്ട് കണ്ണാടി എടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കണ്ണാടി എടുത്തിട്ട് പോയിട്ട് കണ്ണാടി കൊടുക്കട്ടെ, എന്നിട്ട് ബാക്കി കഥ പറയാം. എന്നിട്ട് ബാക്കി കഥയൊന്നുമില്ല. കണ്ണാടി എടുക്കാൻ വന്നിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഇത് കൊണ്ട് കൊടുക്കട്ടെ. മൊത്തം കുരുക്കി മുടിയും ഒക്കെ ആക്കി വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഈ കണ്ണാടി വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വയ്ക്കുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. വാങ്ങി അന്ന് മുതൽ തന്നെ അവളത് വെക്കുന്നുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കുമല്ലോ, വെക്കാൻ പാടില്ല. എനിക്ക് അന്നു റൈഹു 2 ക്യാരക്ടർ കേട്ടോ. എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. റൈഹു ഇത്തിരി കാര്യം മതി ഭയങ്കരമായിട്ട് കരഞ്ഞ് വിളിച്ച് മാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇതാണ്. ഞാനും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ എപ്പോഴും ഉമ്മച്ചി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെയാണെന്ന് തോന്നുന്നു റൈഹു. പക്ഷെ അന്നമ്മ കുറേയൊക്കെ സഹിക്കും കേട്ടോ. അന്നമ്മയ്ക്ക് ഇപ്പോൾ വയ്യെങ്കിലും അവൾ പോയിട്ടങ്ങ് കിടക്കും. എന്നെ ബുദ്ധിമുട്ടിക്കൽ കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര, ഇപ്പോൾ റൈഹുവിനായിരുന്നു എന്നുണ്ടെങ്കിൽ അവ ഇത് വയ്ക്കാണ്ട് തന്നെ ബുദ്ധിമുട്ടിച്ചാണേ. പക്ഷെ അവൾ കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്തു. ഇപ്പോൾ അവൾ ഓക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തൊക്കെയോ വളവളവളാന്ന് സംസാരിച്ചു, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടമായ ലൈക്ക് ചെയ്യട്ടോ, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണേ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.